ഇനി ഈ ദിവസം നടക്കാനുള്ള കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ വളരെ പെട്ടെന്ന് കണ്ടുവരാം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് 9 മണിക്ക് അവതരിപ്പിക്കും. വികസന പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് ധനമന്ത്രിയുടെ FB പോസ്റ്റ്. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയ രീതിയിൽ ഇന്നും പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പാർലമെന്റിനെ പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കിയേക്കും. കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പോലീസ് ഇന്ന് വിശദമായ പരിശോധന നടത്തും. അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മരിച്ച സുമിത്തിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും. സുരക്ഷാ ഫോറൻസിക് പരിശോധനകളും ഇന്ന് നടത്തും. പാതിവിലയ്ക്ക് ലാപ്ടോപ്പ് വാഗ്ദാനം നൽകി പണം തട്ടിയെന്ന ആരോപണത്തിൽ നജീബ് കാന്തപുരം MLA-ക്കെതിരെ പ്രതിഷേധം കടുക്കുന്നു. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. MLA-ക്കെതിരെ ഇന്ന് കൂടുതൽ പേർ രംഗത്ത് വരാനും സാധിക്കും. ഇടുക്കി കൂട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ ഇന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകും. കട്ടപ്പന ASP ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് വിശദമായ റിപ്പോർട്ട് നൽകും. നടപടിയില്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ നിലപാട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും ഇന്നുണ്ടായി. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. സമാപന പൊതുയോഗം വൈകിട്ട് 5-ന് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ സെക്രട്ടറിയെ 11 മണിയോടുകൂടി പ്രഖ്യാപിക്കും. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തുന്നതിനാൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നീലേശ്വരം ഭാഗത്തു നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും 11 മണി മുതൽ ദേശീയപാത വഴി കടന്നു പോകണം. സർവീസ് റോഡുകളിൽ പാർക്കിംഗ് അനുവദിക്കും. റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം ഇന്ന്. റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് പ്രധാന ആകാംക്ഷ. കരുതൽ ധനാനുപാതത്തിൽ മാറ്റമുണ്ടാകുമോ എന്നൊക്കെ ഇന്നറിയാം. ISL-ൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി പോരാട്ടം. മത്സരം ഷില്ലോങ്ങിൽ വൈകിട്ട് 7-ന്. മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരഗാഥ ഇന്ന് റിലീസ് ചെയ്യുന്നു. MT ഹരിഹരൻ കൂട്ടുകെട്ടിലെത്തിയ ചിത്രം വീണ്ടും വരുന്നത് 4K ക്ലാരിറ്റിയോടെയാണ്. അന്തരിച്ച MTക്കുള്ള ആദരം കൂടിയാണ് ഈ റിലീസ്.